അധികാര കേന്ദ്രങ്ങളോട് അവസാനിക്കാത്ത പോരാട്ടം പ്രഖ്യാപിച്ച ഒരാൾ. ഇന്ത്യൻ ജാതി സമൂഹത്തെ വെല്ലുവിളിച്ച സംസ്കാര എന്ന ചിത്രത്തിൽ ചന്ദ്രി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അഭിനേത്രി. അനീതികളോട് കലാപം ചെയ്യുവാൻ ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങിയ ധീരശബ്ദം. ഇത് സ്നേഹലത റെഡ്ഡി. ഒരു കാലത്ത് ആഘോഷിക്കപ്പെട്ട അഭിനേത്രി, സമരത്തെരുവുകളിലെ ആക്ടിവിസ്റ്റ്. 1975 ജൂൺ 25 അർദ്ധരാത്രി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. സ്നേഹലത റെഡ്ഡി അധികാരഗർഭിനെതിരെ തെരുവുകളിൽ പ്രതിഷേധിച്ചു. അവർ സമാധാനപരമായി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു. 1976 മെയ് 2 സ്നേഹലത റെഡ്ഡി മിസ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടു. മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ മിസ നിയമം വിചാരണ കൂടാതെ വ്യക്തികളെ അനിശ്ചിതകാലത്തേക്ക് തടവിലിടാൻ സർക്കാരിന് അതിവിപുലമായ അധികാരം നൽകി. രാഷ്ട്രീയ എതിർപ്പുകളെ അടിച്ചമർത്താൻ അക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട നിയമം. ബംഗളൂരു ജയിലിലെ കുടുസുമുറിയിൽ സ്നേഹലത അടക്കപ്പെട്ടു. ഇതിനെക്കുറിച്ച് പ്രശസ്ത പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാർ അദ്ദേഹത്തിന്റെ എമർജൻസി റീടോൾഡ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നു: സെല്ലിലെ ഒരു മൂലയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു. അതായിരുന്നു ടോയ്ലറ്റ്. മറ്റൊരു ഭാഗത്ത് അടഞ്ഞ ഇരുമ്പ് വാതിലും. തറയിൽ കിടന്നുറങ്ങിയിരുന്ന സ്നേഹലത റെഡ്ഡി എന്ന അതിപ്രശസ്തിയായ അഭിനേത്രി തുടർച്ചയായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. സ്നേഹലത ജയിലിൽ ഒരു ഡയറി സൂക്ഷിച്ചിരുന്നു. 1977 കർണാടക ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി പ്രിസം ഡയറി എന്ന പേരിൽ അത് പ്രസിദ്ധീകരിച്ചു. അതിൽ സ്നേഹലത റെഡ്ഡി ഇങ്ങനെ എഴുതി: ഒരു സ്ത്രീ ജയിലിനകത്തേക്ക് കടന്നാലുടൻ അവർ എല്ലാവരുടെയും മുന്നിൽ നഗ്നയാക്കപ്പെടുന്നു. പീഡനങ്ങൾ തുടരുന്നു. ഒരു മനുഷ്യ ശരീരം ഇത്രമാത്രം ഹീനമായി അപമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യത്വരഹിതമായ രീതികൾക്ക് ആരാണ് ഉത്തരവാദി? മറ്റു വനിതാ തടവുകാരുടെ അവകാശങ്ങൾക്കായി സ്നേഹലത ജയിലിലും പോരാടി. സഹതടവുകാർക്ക് നേരെ നടന്നിരുന്ന അതിക്രമങ്ങൾക്കെതിരെ നിരാഹാര സമരം നടത്തി. എന്നാൽ ഏകാന്ത തടവും ജയിലിലെ മോശം സാഹചര്യങ്ങളും സ്നേഹലതയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു. അവർക്ക് ആസ്മ രോഗം പിടിപെട്ടു. ചികിത്സ നിഷേധിച്ചത് ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാക്കി. 8 മാസം നീണ്ടുനിന്ന കൊടിയ പീഡനങ്ങൾക്ക് ശേഷം 1977 ജനുവരി 15 അവർക്ക് പരോൾ അനുവദിക്കപ്പെട്ടു. ഒടുവിൽ പരോളിൽ പുറത്തിറങ്ങിയ 5-ാം ദിവസം 1977 ജനുവരി 20 സ്നേഹലത ഈ ലോകത്തോട് വിട പറഞ്ഞു. അവർക്കുമേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളൊന്നും തെളിയിക്കപ്പെട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് നിശബ്ദമാക്കപ്പെട്ട എണ്ണമറ്റ പ്രതിരോധ ശബ്ദങ്ങളിൽ ഒന്നായി സ്നേഹലത റെഡ്ഡി മാറി. അടിയന്തരാവസ്ഥയുടെ ആദ്യകാല രക്തസാക്ഷികളിൽ ഒരാളായ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതമാണ് കോഴിക്കോട് ചിലങ്ക തിയേറ്റേഴ്സ് മിസ എന്ന നാടകത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മിസ നാടകത്തിന്റെ 9ാമത് വേദിയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള അധികാരത്തിന്റെ രാഷ്ട്രീയം ഇന്നും അവസാനിക്കുന്നില്ല എന്ന സന്ദേശമാണ് സ്നേഹലതയുടെ ജീവിതം വരച്ചു കാട്ടുന്ന മിസ നാടകവും അതിനെ തുടർന്നുള്ള സൈബർ കടന്നാക്രമണങ്ങളും.